സന്തോഷ് ജി നമസ്തേ. നമസ്തേ നമസ്തേ. സന്തോഷ് ജി, ഈ ഒരു അത്ഭുതാവഹമായ ഒരു കാര്യമാണ് അങ്ങയോട് ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ചോദിച്ചു. അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടാത്ത ആരും ഈ ലോകത്തില്ല. ഇല്ല. അക്ഷരം പഠിച്ചവരെല്ലാം അക്ഷരം കൊണ്ട് അമ്മാനമാടുന്നുണ്ട് എല്ലാ ദിവസവും, എല്ലാ സമയങ്ങളിലും. ചിന്തിക്കാൻ പറ്റൂലല്ലോ. ഇല്ല. എന്നാൽ ഈ അക്ഷരത്തിന്റെ പിറവിയെ കുറിച്ചോ, ഈ അക്ഷരങ്ങളുടെ ശാസ്ത്ര രഹസ്യത്തെ കുറിച്ചോ, അക്ഷരങ്ങളുടെ പിന്നാമ്പുറത്തിലുള്ള കഥകളെ കുറിച്ചോ, എങ്ങനെ ഒന്നിനെ കുറിച്ചും ആരും അന്വേഷിക്കുന്നതായിട്ട് അറിയുന്നില്ല. അക്ഷരങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ശരി. പക്ഷെ അക്ഷരങ്ങളുടെ പിന്നിലെ കഥ, ശാസ്ത്ര സത്യം എന്താണ് ആ ശാസ്ത്രം? അക്ഷരങ്ങൾ എവിടുന്ന് പിറവിയെടുത്തു, ആര് പിറവിയെടുത്തു, എങ്ങനെയാണ് സൃഷ്ടി? ഇത് അങ്ങ് ഒന്ന് ലഘുവായിട്ടൊന്ന് പറഞ്ഞു തരാമോ? അപ്പൊ ഈ അക്ഷരങ്ങളുടെ ഈ അത്ഭുത രഹസ്യം നമ്മുടെ ഭാവി തലമുറയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇന്ന് ആർക്കും കിട്ടാത്ത ഒരു രഹസ്യമായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആ അക്ഷരങ്ങളുടെ അത്ഭുത രഹസ്യം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് മനസ്സിലാകാനും കൂടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അങ്ങ് അത് വ്യക്തമായി ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. നമുക്ക് അക്ഷരങ്ങളുടെ പിന്നിലുള്ള ശാസ്ത്ര രഹസ്യം, അത് എല്ലാവരും അറിയേണ്ട ഒരു രഹസ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ അക്ഷരങ്ങൾ പിറവിയെടുത്തത്? നമ്മളുടെ അക്ഷരങ്ങൾ പിറന്നിട്ട് എത്ര വർഷങ്ങളായി? ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? ഒന്നും ആർക്കും അറിയില്ല. എന്ത് സിദ്ധാന്തമാണ് അക്ഷരങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്? ആ ശാസ്ത്ര രഹസ്യം എന്തായിരിക്കും എന്നുള്ളതാണ് അങ്ങ് ചോദിച്ച ചോദ്യവും. അതിനെ കുറിച്ച് അറിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ചോദിച്ചത്. നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുമക്കളും അറിയേണ്ട ഒരു കാര്യം, എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, അക്ഷരങ്ങൾ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്നും പിറവികൊണ്ടതാണ്. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂത തത്വങ്ങളിൽ നിന്ന് ജനിച്ചതാണ് അക്ഷരങ്ങൾ. പഞ്ചഭൂത തത്വങ്ങൾ എന്ന് പറയുന്ന ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളിൽ നിന്നും അക്ഷരങ്ങൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സന്തോഷി? അത് മനസ്സിലാവുന്നില്ലല്ലോ. പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ത്രികണം ജനിക്കുന്നത്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങൾ ജനിക്കുന്നതും പഞ്ചഭൂതങ്ങളിൽ നിന്നിട്ടാണ്. ത്രിമൂർത്തി സിദ്ധാന്തവും അത് തന്നെയാണ്. ത്രികാലവും അത് തന്നെയാണ്. സമയം ജനിക്കുന്നതും ഭാവി, ഭവി, ഭൂതം എന്ന് പറയുന്നതും പഞ്ചഭൂത സിദ്ധാന്തത്താലാണ്. അത് ശരി. അപ്പൊ ഈ സിദ്ധാന്തത്തിൽ നിന്ന് തന്നെയാണ് അക്ഷരങ്ങൾ പിറവികൊണ്ടത്. ഇത് അത്ഭുത രഹസ്യം തന്നെയാണ് അക്ഷരങ്ങളുടെ. തീർച്ചയായിട്ടും. ഞാനിത് പറയുമ്പോ ഇന്ന് പഞ്ചഭൂത സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നില്ല, പഞ്ചഭൂതങ്ങളില്ല, ആകാശം എന്ന് പറയുന്നത് ഒന്നില്ല എന്ന് വാദിക്കുന്ന ഒരു ലോകത്താണ് ഈ സിദ്ധാന്തം ഞാൻ പറയുന്നത്. ഈ സിദ്ധാന്തം എന്റേതല്ല. ത്രിഗണ വൈഭവത്തിന് കാരണമായിരിക്കുന്ന, ത്രികാലത്തിന് കാരണമായിരിക്കുന്ന, ത്രിദോഷത്തിന് പോലും കാരണമായിരിക്കുന്ന, ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയ്ക്ക് കാരണമായിരിക്കുന്ന ആ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് അക്ഷരങ്ങളുടെ പിറവിക്കും കാരണമായിരിക്കുന്നത്. ഏറ്റവും ചുരുക്കി പറയാട്ടോ, ഇത് വലിയ സബ്ജക്റ്റ് ആണ്. ഏറ്റവും ചുരുക്കി എല്ലാവർക്കും അറിയാൻ പാകത്തിന് പറയാണ്. സ്വരാക്ഷരങ്ങൾക്ക് കാരണം ആകാശമാണ്. സ്വരാക്ഷരങ്ങൾ ഏറ്റവും ഭാരം കുറഞ്ഞതാണ്, പക്ഷെ ഏറ്റവും വലുതുമാണ്. ആകാശത്തെ പോലെയാണ്. സ്വരാക്ഷരങ്ങളെക്കാൾ ഭാരം കൂടിയതാണ് ചില്ലക്ഷരങ്ങൾ. ചില്ലക്ഷരങ്ങൾ വായുവിന്റേതാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സ്വരാക്ഷരങ്ങൾ നമ്മള് നാവിന് യാതൊരു സ്ട്രെയിനും കൊടുക്കാതെയാണ് സ്വരാക്ഷരങ്ങൾ സംസാരിക്കുന്നത്. ആ, ഐ, ഈ എന്നുള്ള ആ സ്വരാക്ഷരങ്ങള്. പക്ഷേ ചില്ലക്ഷരങ്ങള് നമ്മൾ ഉച്ചരിക്കുമ്പോൾ വായുവിന്റെ സമ്മർദ്ദത്താലാണ് ചില്ലക്ഷരങ്ങൾ. നാവിൽ വായുവിന്റെ സമ്മർദ്ദവും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ്, സ്പർശമുണ്ടെങ്കിലാണ് ചില്ലക്ഷരങ്ങൾ. ആ സ്വരം കൃത്യമായി പുറത്തേക്ക് വരുള്ളൂ. ഇൻ, ഇൽ, ഇർ, ഇൻ എന്നൊക്കെ പറയുന്നത് നല്ല പ്രയത്നമുണ്ട്. അതെ, ആകാശത്തെക്കാൾ ഭാരം കൂടിയതാണ് വായുവിന്. അതുപോലെയാണ് ആകാശത്തെക്കാൾ, സ്വരാക്ഷരങ്ങളെക്കാൾ ഭാരം കൂടിയതാണ് ചില്ലക്ഷരം. സ്വരാക്ഷരങ്ങളുടെ പ്രതീകമായിട്ട് ആകാശത്തെയും ചില്ലക്ഷരങ്ങളുടെ പ്രതീകമായിട്ട് വായുവിനെയും കണക്കാക്കാം. ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനം മണ്ണാകുന്നു. വ്യഞ്ജനപതി 2 മാത്രമുള്ള ആ ഗുരു എന്ന് പറയുന്ന ഈ വ്യഞ്ജനപതി എന്ന് പറയുന്നത് മണ്ണാണ്. ഈ മണ്ണ് പോലെ തന്നെ വളരെ ഭാരം കൂടിയതാണ് എന്ത്? വ്യഞ്ജനാക്ഷരങ്ങൾക്ക്. ക, ഇഖ, ഗ, ഇഖ, ങ എന്ന് തുടങ്ങുന്ന ആ വ്യഞ്ജനാക്ഷരങ്ങൾ വളരെ ആ ഒരു തൂക്കമുണ്ട്, ഭാരം കൂടുതലുണ്ട്. അതെ, അത്
അപ്പൊ അത് മൂന്നാമത്തെ പഞ്ചഭൂതങ്ങളായ മണ്ണിന്റെ അതേ പ്രതീകമായിട്ട് വേണേൽ കണക്കാക്കാം അല്ലേ? അതെ. അപ്പൊ സ്വരാക്ഷരങ്ങൾ ആകാശത്തെയും അതിനേക്കാൾ ഭാരം കൂടിയ ചില്ലക്ഷരങ്ങൾ വായുവിനെയും അതിനേക്കാൾ ഭാരം കൂടിയ വ്യഞ്ജനാക്ഷരങ്ങൾ മണ്ണിനെയും പ്രതിനിധീകരിക്കുന്നു. ആ രണ്ട് മാത്രമുള്ള ആ ഗുരു, വ്യഞ്ജനമതിയായിട്ടുള്ള ഗുരു ഈ ഭൂമി തന്നെയാണ്. പഞ്ചഭൂതങ്ങളിൽ പിന്നെ എന്തൊക്കെയുണ്ട്? അഗ്നിയുമുണ്ട്, ജലവുമുണ്ട്. അഗ്നിയാണ് അക്ഷരം. റൈറ്റ് ചെയ്യുന്നത് അഗ്നി കൊണ്ടാണ്. അഗ്നി അക്ഷരമാണ്, വെളിച്ചം അക്ഷരമാണ്. അഗ്നി അക്ഷരമാണ്, വെളിച്ചം അക്ഷരമാണ്, പ്രകാശം അക്ഷരമാണ്. അതൊന്നും മനസ്സിലാകുന്നത് ഇപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞോ മനസ്സിലായി. ഇത് അക്ഷരം അഗ്നിയാണ്. അറിവ് അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് എവിടെയെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിൽ അത് കാണണമെങ്കിൽ എന്ത് വേണം? അഗ്നിയുടെ സാമീപ്യം വേണ്ടേ? ആ എന്നെഴുതി, ഈ എന്നെഴുതി, ക എന്നെഴുതി, ഇറെന്നെഴുതി അത് എഴുതണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം. അത് ഉള്ളിൽ പ്രകാശിക്കണമെങ്കിലോ ബ്രെയിനിൽ റൈറ്റ് ചെയ്യണമെങ്കിലോ അതിനും വെളിച്ചം വേണം. എന്നുവെച്ചാൽ ബ്രെയിനിലെ ലൈറ്റിന്റെ റൈറ്റിംഗ് ആണ് മെമ്മറി, ഓർമ്മകള്. ഡിലൈറ്റ് ചെയ്യുന്നത് നൈറ്റാണ്, ഡാർക്ക് എനർജിയാണ് ഡിലൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മളുടെ തലേ ദിവസത്തെ ഓർമ്മകൾ മുഴുവൻ നമ്മളിൽ പിന്നെ അവശേഷിക്കില്ല. നൈറ്റ് അതിനെ ഡിലൈറ്റ് ചെയ്തിട്ടുണ്ടാവും പലതിനെയും. ആവശ്യം വരുമ്പോൾ മാത്രമേ പിന്നെ അതിനെ എടുക്കാൻ പറ്റുള്ളൂ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ മാത്രം. ഡാർക്ക് എനർജിയാണ് നമ്മളുടെ മറവിക്ക് കാരണം. ലൈറ്റാണ് നമ്മളെ റൈറ്റ് ചെയ്യുന്നത്, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അറിവിന് കാരണമായിരിക്കുന്ന ശക്തി അഗ്നിയാണ്. അപ്പോ അക്ഷരം എന്ന് പറയുന്നത് അക്ഷരവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അക്ഷരം അഗ്നിയാണ്. അഗ്നി അറിവിന് കാരണമായിരിക്കുന്ന വസ്തുതയാണ്. ബ്രെയിനിൽ ലൈറ്റ് കൊണ്ടുള്ള റൈറ്റിംഗ് ആണ് നമ്മളുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിന് കാരണം അഗ്നിയാണ്. അതുകൊണ്ടാണ് വേദം അഗ്നിമേലെ പുരോഹിതം എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അറിവുകൾക്കും കാരണം അഗ്നിയാണ്. അപ്പോ ഇനി ഏതാ അഞ്ചാമത്തെ ഭൂതം എന്ന് ചോദിച്ചാൽ ജലമാണ്. എന്താണ് ജലത്തിന് ഈ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ അക്ഷരങ്ങളിൽ സ്ഥാനം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അക്ഷരവുമായിട്ട് ജലത്തിന് എന്താണ് ബന്ധം? അഞ്ചാമത്തെ ഭൂതം ആകാശം സ്വരാക്ഷരമാണ്, വായു ചില്ലക്ഷരമാണ്, മണ്ണ് വ്യഞ്ജനാക്ഷരമാണ്, അക്ഷരം അഗ്നിയാണ്. ജലം ആ സ്വരത്തെ ജനിപ്പിക്കുന്ന ജീവനാണ്. അക്ഷരങ്ങൾക്ക് സ്വരമുണ്ടല്ലോ, ആ സ്വരത്തെ ജനിപ്പിക്കുന്ന ജീവൻ ജലമാകുന്നു. ആ ജീവൻ നമ്മളാകുന്നു. നമ്മൾ ജലത്തിന്റെ മായ മാത്രമാകുന്നു. നമ്മളുടെ നാവിൽ നിന്ന് പോലും ആ ജലത്തിന്റെ കണിക നഷ്ടപ്പെട്ടാൽ, ജലാംശം നഷ്ടപ്പെട്ടാൽ അക്ഷരങ്ങൾക്ക് ശബ്ദമുണ്ടാവില്ല. നമുക്ക് ശബ്ദിക്കാൻ കഴിയില്ല. ശബരത്തിൽ നിന്നാണ് ശബ്ദം. സ്വരം ജനിപ്പിക്കുന്നത് ജലമാണ്. അക്ഷരം അഗ്നിയാണ്, സ്വരാക്ഷരം ആകാശമാണ്, ചില്ലക്ഷരം വായുവാണ്, വ്യഞ്ജനാക്ഷരം മണ്ണാണ്. ഇത്രയും ഗംഭീരമായിട്ടുള്ള ആ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്നാണ് അക്ഷരം പിറവി കൊണ്ടത്. എത്ര വ്യക്തമായി അങ്ങനെ പറഞ്ഞു തന്നു. മണ്ണ് പ്ലസ് ജലം സമം പ്രോട്ടോൺ സമം ശൈവകണം സമം മഹാദേവൻ. പ്രോട്ടീന് കാരണമായിരിക്കുന്ന, ശരീരത്തിന് കാരണമായിരിക്കുന്ന സ്ഥൂലഗണം, പ്രത്യക്ഷഗണം ഏതോ അതാണ് പ്രോട്ടോൺ. വേദത്തിൽ ശൈവഗണം എന്ന് പറയും. അഗ്നി പ്ലസ് ആകാശം സമം ദൈവഗണം സമം ഇലക്ട്രോൺ, മഹാബ്രഹ്മശക്തി എന്ന് പറയും. ഈ ഇലക്ട്രോണിനും ഈ പ്രോട്ടോണിനും ഇടയ്ക്കുള്ള ഏകഭൂതമായിരിക്കുന്ന ചാർജില്ലാത്ത ഗണമാണ് വായു. ജൈവപ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന വായു. സർവ്വതിനും മീഡിയേറ്റർ ആണ് ജൈവഗണം. ഇലക്ട്രോണിനും പ്രോട്ടോണിനും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന അതാണ് ന്യൂട്രോൺ, ജൈവഗണം എന്ന് പറയും. അത് ഏകഭൂതമാണ്. ഏകഭൂതമാകയാൽ അതിന് ചാർജ് ഇല്ലാത്ത ഗണമാണ്. പക്ഷെ ഈ ജൈവഗണമായിട്ടുള്ള ഈ ന്യൂട്രോണിലെ ഇലക്ട്രോണിന്റെ സ്വഭാവത്താലും പ്രോട്ടോണിന്റെ രൂപത്താലും ജൈവ ഗണമായിരിക്കുന്ന വായുവിൽ 2 ജീവപ്രപഞ്ചങ്ങൾ സാധ്യമാകുന്നു. അതാണ് സസ്യലോകവും ജന്തുലോകവും. അപ്പോ ഈ ത്രിഗണ വൈഭവമാണ് ശരിക്കും ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങൾ എന്ന് പറയുന്നത്. ഈ ത്രിഗണ വൈഭവമാണ് പിനാകം എന്ന് പറയുന്ന ശിവന്റെ, ഈ ഭൂമിയുടെ വൈഭവമായിരിക്കുന്ന പിനാകം എന്ന് പറയുന്ന തൃശൂലി ത്രിഗണ വൈഭവത്തെയാണ്. ഈ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കണങ്ങൾ ചേരുമ്പോഴാണ്
പരമാണുവിന്റെ ഏറ്റവും ഭീമനായിരിക്കുന്ന ഭൂമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരമശിവം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ പരമശിവന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ത്രിശൂലധാരിയാണ്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണങ്ങളുടെ അതിനെ ഏകമാക്കി ചേർത്ത് വെച്ചിരിക്കുന്ന ത്രിശൂലിയിലാണ്, പിനാകത്തിലാണ് ശിവൻ നിൽക്കുന്നത്. ശിവന്റെ ആയുധം തന്നെ പിനാകമാണ്. ആ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ദൈവ ജൈവ ശൈവ കണം എന്ന് പറയുന്നത്, പിനാകത്തിൽ ബന്ധിച്ചിരിക്കുന്ന ഡമരുവിൽ വിരൽ തുമ്പിനാൽ വിരചിച്ചെടുത്ത ശബ്ദലിപികളാണ് അക്ഷരങ്ങൾ. അതായത് ത്രികണ വൈഭവത്താൽ ഈ ത്രിശൂലിയിൽ, അതായത് ത്രിശക്തിയായിരിക്കുന്ന ത്രികണങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന ഡമരുവിൽ വിരൽ തുമ്പിനാൽ വിരചിച്ചെടുത്ത ശബ്ദലിപികളാണ് അക്ഷരങ്ങൾ. എത്ര ഇത് മനസ്സിലാക്കുമ്പോ എത്ര സുന്ദരമാണ്. ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ്. ബ്രഹ്മശക്തിയും സരസ്വതിയുടെ ശക്തിയും, അഗ്നിയും ആകാശവും, വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേരുമ്പോൾ മാത്രമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ദൈവഗണം പ്രത്യക്ഷമാവുകയുള്ളൂ. അവിടെയാണ് ആ വൈഭവം, ശബ്ദവും വെളിച്ചവും എന്ന് പറയുന്ന വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും എന്ന് പറയുന്ന വൈഭവം. ആ വൈഭവത്താലാണ് നമ്മളുടെ അക്ഷരങ്ങൾ നിലനിൽക്കുന്നത്. വെളിച്ചവും വേണം, ശബ്ദവും വേണം. പറഞ്ഞപ്പം പഞ്ചഭൂതങ്ങൾ അതിനകത്ത് കണക്ട് ചെയ്ത് കിടക്കും. ഇത് അങ്ങക്ക് കേട്ടപ്പോ എന്തോ തോന്നി? ഇത് കേട്ടപ്പോ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്ഭുതമാണ് തോന്നുന്നു. അത്ഭുതം. കാരണം ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിലും ഇത് സത്യമാണെന്നുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് സത്യം, ഇതാണ് അറിവ്, ഇതാണ് നമ്മുടെ കുഞ്ഞുമക്കളല്ല, നമ്മുടെ തലമുറ, കുഞ്ഞുമക്കളെന്നല്ല, അറിവ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ഇതറിഞ്ഞാൽ തുള്ളിച്ചാടാൻ തോന്നും. തീർച്ചയായിട്ടും അത്ഭുത ലോകത്തിലെ ഈ അക്ഷരങ്ങളെ കുറിച്ച് ഇന്ന് പ്രണവവേദയുടെ ആചാര്യനായിട്ടുള്ള സന്തോഷ് പറഞ്ഞത് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ത്രികണ സിദ്ധാന്തത്തിൽ ശാസ്ത്ര സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അക്ഷരങ്ങളെ ഇന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്. ഇതെല്ലാവരും അറിയുന്ന എല്ലാവരും ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വെളിച്ചമാകുന്ന അറിവാകുന്ന ലോകത്തേക്ക് നമ്മുടെ വരും തലമുറയെ നയിക്കാൻ പറ്റുള്ളൂ. അതെ, ശരിക്കും അക്ഷരങ്ങൾ എങ്ങനെ ജനിച്ചു എന്നറിയാതെയാണ് നമ്മളിപ്പോൾ അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വരാക്ഷരങ്ങൾ എന്താണ്, ചില്ലക്ഷരങ്ങൾ എന്താണ്, വ്യഞ്ജനാക്ഷരങ്ങൾ എന്താണ്, അക്ഷരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അക്ഷരങ്ങളിൽ നിന്നും ജനിക്കുന്ന സ്വരം എന്തിനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, ഇതെല്ലാമാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോ അക്ഷരങ്ങളുടെ അത്ഭുത ലോകത്തെ തുറന്നു കാട്ടി. പക്ഷേ ഈ അക്ഷരങ്ങള് എന്താണ്, ഈ അക്ഷരങ്ങളുടെ ഉത്ഭവം, ആരാണ് ഇതിന്റെ പിന്നിൽ, എന്താണ് ഇതിന്റെ സത്യം, അതും കൂടെ അങ്ങൊന്ന് പറ. ഇത് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിവ് പറയാൻ പോലും ഭയമാണ്. കാരണം അറിവിനെ സ്വീകരിക്കാൻ ആരും തയ്യാറാവില്ല. അത്രയും അന്ധതയുടെ, അജ്ഞതയുടെ ലോകത്തിലേക്ക് നമ്മൾ വീണ്ടും ചെന്നെത്തി നിൽക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് ഇപ്പൊ പഞ്ചഭൂതങ്ങൾ പോലും ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയിലാണ് നമ്മൾ. അത് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക്, ആ അക്ഷരങ്ങള്, ആ ശബ്ദവും എല്ലാം പഞ്ചഭൂത സിദ്ധാന്തങ്ങളിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. എന്നിട്ടും ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് പഞ്ചഭൂതങ്ങൾ എന്നൊന്നില്ല. 5 മെറ്റീരിയൽ കൊണ്ടല്ല ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ത്രികണ വൈഭവം പഞ്ചഭൂതാത്മകമാണ്. ആത്മശക്തി എന്ന് പറഞ്ഞാൽ അഗ്നിയും ആകാശവും ചേർന്നതാണ് ആത്മശക്തിക്ക് കാരണം. അതുപോലെ തന്നെ മണ്ണും ജലവും ചേർന്നാണ് ശരീരത്തിന് കാരണം. ന്യൂട്രോൺ എന്ന് പറയുന്ന വായുവാണ് മനസ്സിന് കാരണം, മനസ്സിന്റെ ഏകാന്തതയ്ക്ക് കാരണം. അപ്പൊ ഈ ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്നത് ഒന്നില്ല, ആത്മാവില്ല, ജീവനില്ല എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയില്, മനസ്സില്ല എന്നൊക്കെ പറയുന്നൊരവസ്ഥയില് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നൊന്നില്ല എന്ന് വാദിക്കുന്ന ഒരു ലോകത്ത്, ആത്മാവില്ല എന്ന് വാദിക്കുന്ന ഒരു ലോകത്ത്, ആത്മീയത എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാത്ത ലോകത്ത്, ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവെന്ന് മാത്രമാണ് അർത്ഥമുള്ളൂ, ഒന്നും തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അക്ഷരങ്ങളുടെ അത്ഭുത പ്രപഞ്ചത്തെ, ആ അത്ഭുത രഹസ്യം എവിടുന്നാണ് സൃഷ്ടി എന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞെങ്കിലേ ബോധ്യപ്പെടുകയുള്ളൂ. ആരായിരിക്കും ആ അജ്ഞതയെ നിഗ്രഹിച്ച, ആ രാക്ഷസീയതയെ വധിക്കുന്ന ആൾ? ആരായിരിക്കും മുഴുവൻ ആസുരികതയെ നിഗ്രഹിക്കുവാൻ പാകത്തിനുള്ള അക്ഷരങ്ങളെ ലോകത്തിന് സമ്മാനിച്ചത്, അന്ധതയെ നിഗ്രഹിച്ചത്, രാവിനെ മാറ്റത്, ഇരുളിനെ നീക്കിയത്, യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക് ലോകത്തെ പറിച്ചു നട്ടത് ആരായിരിക്കും?
ധനുസിന്റെ ലോകത്തു നിന്നും ധാന്യത്തിന്റെ ലോകത്തിലേക്ക് മനന വേഗത്തിൽ മാനവരാശിയെ മാറ്റിയതാരായിരിക്കും? രാക്ഷസീയതയെ വധിച്ച ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തുവാൻ അഗ്നിയെ കെടാതെ സൂക്ഷിച്ച അയോധ്യയുടെ അധിപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ. രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തുവാൻ അഗ്നിയെ കെടാതെ സൂക്ഷിച്ച ആയോധനം നിലപ്പിച്ച സീത ആഗ്രഹിച്ച അക്ഷര നഗരിയെ ജനിപ്പിച്ച ആ സീതാഭിരാമൻ തന്നെയാണ് അക്ഷരങ്ങളെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ രാജ്യത്താണ്, അയോധ്യയിലാണ് അക്ഷരങ്ങൾ പിറവി കൊണ്ടത്. ആ അക്ഷരങ്ങൾ പിറവി കൊള്ളുന്നതിന് കാരണമായിരുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് രാമൻ അജ്ഞതയെ നിഗ്രഹിച്ച അവതാരമാകുന്നത്, ജ്ഞാനാവതാരമാകുന്നത്. ലോകത്തിന് ഒരിക്കലും മറക്കാനാവാത്ത വിഗ്രഹങ്ങൾ പോലെ അക്ഷരങ്ങളെ പ്രതിഷ്ഠിച്ച് വേദത്തെ മുഴുവൻ ആ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ട് മറഞ്ഞ ശ്രീരാമനാണ് അജ്ഞതയെ നിഗ്രഹിക്കുന്ന അവതാരമാകുന്നത്. രാവണനെ വധിച്ചത് കൊണ്ടല്ല രാമൻ അവതാരമാകുന്നത്, രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തിയത് കൊണ്ടാണ് രാമൻ അവതാരമാകുന്നത്. അതെ, രാവിനെ മാച്ചവൻ, ഇരുളിനെ മാച്ചവൻ, വെളിച്ചത്തെ നൽകിയ ആദ്യ വേദാന്ത വേദ്യവാക്യൻ എന്ന് പറയും. രാമനെ അറിയില്ല, രാവണനെ അറിയാമെന്ന് പറഞ്ഞ് പാടി നടക്കുമ്പോ അജ്ഞതയുടെ കൂമ്പാരത്തിന്റെ മണ്ഡലാണ് നിൽക്കുന്നത്, അജ്ഞതയുടെ പർവ്വത ലോകത്താണ് നിൽക്കുന്നത്. പഞ്ചഭൂത സിദ്ധാന്തവും അദ്ദേഹത്തിന്റേതാണ്, ത്രേത സിദ്ധാന്തവും അദ്ദേഹത്തിന്റേതാണ്. ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തത്തെ അവതരിപ്പിച്ച് ആധ്യാത്മികതയെയും ആദിഭൗതികതയെയും ആദിജൈവികതയെയും പാപത്രയമാണെന്ന് പറഞ്ഞ് ആ പാപത്രയത്തിന്റെ ത്രയംബകത്തെ കുലച്ചൊടിച്ച് യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക്, ധനുസിന്റെ ലോകത്തു നിന്നും ധാന്യത്തിന്റെ ലോകത്തിലേക്ക് മാനവരാശിയെ മനനവേഗത്തിൽ മാറ്റിമറിച്ച മിഥിലയിൽ അവതരിപ്പിച്ച ശ്രോതാഗ്നിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ ആ ത്രേത സിദ്ധാന്തമാണ് അക്ഷരങ്ങളെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഏറ്റവും ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ തിയോളജി അല്ലെങ്കിൽ വേദശാസ്ത്രം. അതാണ് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ദൈവ സിദ്ധാന്തം. രാമനെ സാക്ഷാൽ ശ്രീരാമനെ അറിയണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി അക്ഷരങ്ങളുടെ അത്ഭുത ലോകത്തേക്ക് മാത്രം കടന്നു ചെന്നാൽ മതിയാവും. തീർച്ചയായിട്ടും നമ്മളിലെ രാക്ഷസീയതയെ മായ്ക്കുവാനായിട്ട് അദ്ദേഹം സമ്മാനിച്ച അക്ഷരങ്ങളെ ആയുധമായിട്ട് ഉപയോഗിക്കുക. അജ്ഞതയെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ആ അക്ഷരങ്ങളെ ഉപയോഗിക്കേണ്ടത്. അന്ധവിശ്വാസത്തിനെ മായ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇത് വല്ല അത്ഭുതമാണ്. ഇന്ന് അങ്ങ് ഈ അക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞത് അത്ഭുതമാണ്. ഈ കാലിക സമയത്ത് വർത്തമാന ലോകത്തില് ഇതാരും ഒരു പുസ്തകത്തിലും എഴുതി വായിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മുടെ വരും ലോകത്തേക്ക് നമ്മുടെ കുഞ്ഞുമക്കള്, വിദ്യാർത്ഥികളായിട്ടുള്ളവര് മുഴുവൻ ആളുകളും ഈ അക്ഷരങ്ങളുടെ അത്ഭുത ലോകത്തിന്റെ സൃഷ്ടി അത് മനസ്സിലാക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. ഇതൊരു മതസിദ്ധാന്തമൊന്നുമല്ല കേട്ടോ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ശാസ്ത്രമാണ്, ഇത് സയൻസാണ്. സയൻസ് ആകുമ്പോഴാണ് സയൻസ് ആകുന്നത്. പരീക്ഷണങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ സെൻസ് ആകുമ്പോൾ സയൻസ് ആകുന്നതാണ് ശാസ്ത്ര വിഷയം. ആ ശാസ്താവിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്. നമുക്ക് എവിടെ വെച്ചോ നഷ്ടപ്പെട്ട, നമ്മുടെ തലമുറകൾ എവിടെ വെച്ചോ നഷ്ടപ്പെട്ട മൺമറഞ്ഞ അഞ്ചാമത്തെ വേദമായ പ്രണവവേദം, പഞ്ചമവേദം പ്രണവവേദം, ആ പ്രണവവേദയില് അങ്ങ് പ്രതിപാദിച്ചിരിക്കുന്ന ഈ അക്ഷരങ്ങളുടെ അത്ഭുത രഹസ്യം, ഇതാണ് നമ്മുടെ കുട്ടികൾ അറിയേണ്ടത്, നമ്മുടെ വരും തലമുറ പഠിക്കേണ്ടതും. തീർച്ചയായിട്ടും ഈ അറിവ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്, നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ അജ്ഞതയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ രാക്ഷസീയതയ്ക്ക്, നമ്മളുടെ ആസുരികതയ്ക്ക് അറുതി വരുത്തുവാൻ അതിന് ഒരായുധം മാത്രമേ ഉള്ളൂ, അക്ഷരം. അത് അനശ്വരമാണ്. ആ അനശ്വരമായിരിക്കുന്ന അക്ഷരങ്ങളാണ് രാക്ഷസീയതയെ, ആസുരികതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്നത്. ആ അക്ഷരങ്ങളെ കണ്ടെത്തി അതിൽ മുഴുവൻ അറിവുകളെയും പ്രതിഷ്ഠിച്ചിട്ട് മറഞ്ഞ ആ ത്രേത സിദ്ധാന്തകാരണനായിരിക്കുന്ന, പഞ്ചഭൂത സിദ്ധാന്തകാരണനായിരിക്കുന്ന ആ ശ്രീരാമന് നമുക്ക് എങ്ങനെയാണ് ജയ് വിളിക്കാതിരിക്കാൻ കഴിയുക? ഓരോ ശാസ്ത്ര വിജയത്തിലും ജയ് ശ്രീരാം എന്ന് വിളിച്ചു പോകുന്നത് ശ്രീരാമനെ കുറിച്ച് അറിയുമ്പോൾ മാത്രമാണ്. രാവണനെ വധിച്ചത് കൊണ്ടല്ല രാമൻ അവതാരമാകുന്നത്, രാക്ഷസീയതയെ വധിക്കുന്നതിന് കാരണമായിരിക്കുന്ന നമ്മുടെ മുഴുവൻ മാനവരാശിയുടെയും അജ്ഞതയെ നിഗ്രഹിച്ചുകൊണ്ട് അക്ഷരങ്ങളെ കണ്ടെത്തി സർവ വേദവും ആ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിതമാക്കിയതിന്റെ പേരിലാണ്. അപ്പോ അത്തരം
അജ്ഞതയെ നിഗ്രഹിച്ച, രാവിനെ മാച്ച, അജ്ഞതയെ മാച്ച ആ ശ്രീരാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ പഞ്ചഭൂത സിദ്ധാന്തങ്ങളിലൂടെ അക്ഷരങ്ങൾ എങ്ങനെയാണ് ശ്രീരാമ സിദ്ധാന്തത്തിൽ പിറവി കൊണ്ടത് എന്ന് ലോകത്തോട് ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ട് മോഹൻജി ഞാൻ നിർത്തുകയാണ്. ജയ് ശ്രീറാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വളരെ നന്ദി സന്തോഷ്. തീർച്ചയായിട്ടും അറിവ് കിട്ടുമ്പോൾ അത് പകർന്നു കൊടുക്കും നമ്മുടെ ആളുകളും തന്നെ നമുക്ക് വിശ്വസിക്കാം. നമസ്തേ. 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 നമസ്തേ.